ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ NDA കേവല ഭൂരിപക്ഷത്തിലേക്ക് ശക്തമായ പോരാട്ടം കാഴ്ചവെച്ച INDI സഖ്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാരാണസിയിൽ മുന്നിൽ. രാഹുൽ ഗാന്ധിക്ക് റായ്ബറേലിയിലും വയനാട്ടിലും ലീഡ്. കേന്ദ്രമന്ത്രിമാരായ അമിത് ഷാ ഗാന്ധിനഗറിലും രാജ്നാഥ് സിംഗ് ലഖ്നൌവിലും നിതിൻ ഗഡ്കരി നാഗ്പൂരിലും മുന്നിൽ. അമേഠിയിൽ സ്മൃതി ഇറാനി പിന്നിൽ. കനൌജിൽ അഖിലേഷ് യാദവിനും ബാരാമതിയിൽ സുപ്രിയ സുലേക്കും ലീഡ്. കേരളത്തിൽ 16 മണ്ഡലങ്ങളിൽ UDF മുന്നേറ്റം. ഒരിടത്ത് LDFും 2 NDAയും. ആലത്തൂരിൽ K രാധാകൃഷ്ണനും വടകരയിൽ ഷാഫി പറമ്പിലും മുന്നിൽ. തൃശൂരിൽ ചരിത്രം കുറിക്കാനൊരുങ്ങി സുരേഷ് ഗോപി. തിരുവനന്തപുരത്ത് ലീഡ് പിടിച്ച് രാജീവ് ചന്ദ്രശേഖർ. കഴിഞ്ഞ തവണ നഷ്ടമായ ആലപ്പുഴയിൽ തിരിച്ചുപിടിക്കാനൊരുങ്ങി UDF. കോട്ടയത്ത് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജ് മുന്നിൽ. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന ഒഡീഷയിലും ആന്ധ്രാപ്രദേശിലും പ്രതിപക്ഷ കക്ഷികൾക്ക് മുന്നേറ്റം. BJP മുന്നിൽ. ഒഡീഷയിൽ BJPയും ആന്ധ്രയിൽ TDPയും മുന്നിൽ. വാർത്തകൾ വിശദമായി. രാജ്യത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ പുരോഗമിക്കുന്നു. ശക്തമായ പോരാട്ടം കാഴ്ചവെച്ച INDI സഖ്യത്തെ പിന്തള്ളി NDA കേവല ഭൂരിപക്ഷത്തിലേക്ക് അടുക്കുകയാണ്. ഏറ്റവും ഒടുവിൽ ലഭ്യമായ കണക്കുകൾ പ്രകാരം NDA 292 സീറ്റിലും INDI സഖ്യം 232 സീറ്റിലും മറ്റുള്ളവർ 22 മുന്നേറുന്നു. പ്രധാനമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ നരേന്ദ്രമോദി ഉത്തർപ്രദേശിലെ വാരാണസിയിൽ ലീഡ് ചെയ്യുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഗുജറാത്തിലെ ഗാന്ധിനഗറിലും കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ് ഉത്തർപ്രദേശിലെ ലഖ്നൌവിലും ലീഡ് ചെയ്യുകയാണ്. കേന്ദ്രമന്ത്രി അനുരാഗ് സിംഗ് താക്കൂർ ഹിമാചൽ പ്രദേശിലെ ഹാമിർപൂർ ലോക്സഭാ മണ്ഡലത്തിൽ ലീഡ് തുടരുന്നു. കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവ് രാജസ്ഥാനിലെ ആൽവാറിൽ മുന്നിട്ട് നിൽക്കുകയാണ്. കേന്ദ്രമന്ത്രിമാരായ നിതിൻ ഗഡ്കരി മഹാരാഷ്ട്രയിലെ നാഗ്പൂരിലും ധർമ്മേന്ദ്ര പ്രധാൻ ഒഡീഷയിലെ സംബൽപൂരിലും ലീഡ് നിലനിർത്തുന്നു. കേന്ദ്രമന്ത്രി G കിഷൻ റെഡ്ഡി തെലങ്കാനയിലെ സെക്കന്ദരാബാദിലും ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് രാജസ്ഥാനിലെ ജോധ്പൂരിലും ജ്യോതിരാദിത്യ സിന്ധ്യ മധ്യപ്രദേശിലെ ഗുനയിലും ലീഡ് ചെയ്യുകയാണ്. ലോക്സഭാ സ്പീക്കർ ഓം ബിർള രാജസ്ഥാനിലെ കോട്ടയിൽ മുന്നിലാണ്. അതേസമയം കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി ഉത്തർപ്രദേശിലെ അമേഠിയിലും കേന്ദ്രമന്ത്രി അർജുൻ മുണ്ട ഝാർഖണ്ഡിലെ കുംഡിയിലും പിന്നിലാണ്. മുതിർന്ന കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന വയനാട്ടിലും റായ്ബറേലിയിലും മുന്നിലാണ്. ഹരിയാനയിൽ ആം ആദ്മി പാർട്ടി നേതാവ് സുശീൽ കുമാർ ഗുപ്ത കുരുക്ഷേത്രയിലും ഹിമാചൽ പ്രദേശിലെ മണ്ഡിയിൽ കോൺഗ്രസ് നേതാവ് വിക്രമാദിത്യ സിംഗ് പിന്നിലുമാണ്. മധ്യപ്രദേശിലെ രാജ്ഗഡിൽ ദിഗ്വിജയ് സിംഗ് പിന്നിലാണ്. മഹാരാഷ്ട്രയിൽ NCP ശരദ് യാദവ് പക്ഷം സ്ഥാനാർത്ഥി സുപ്രിയ സുലെ മുന്നിട്ട് നിൽക്കുന്നു. പഞ്ചാബിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ചരൺജിത് സിംഗും തമിഴ്നാട്ടിൽ DMK സ്ഥാനാർത്ഥികളായ കനിമൊഴി കരുണാനിധിയും ദയാനിധിമാരനും CPI സ്ഥാനാർത്ഥി A രാജയും മുന്നിലാണ്. ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടി സ്ഥാനാർത്ഥികളായ അഖിലേഷ് യാദവും ഡിംപിൾ യാദവും മുന്നിട്ട് നിൽക്കുന്നു. ഉത്തർപ്രദേശിൽ ഡാനിഷ് അലി മുന്നിലാണ്. കേരളത്തിൽ 16 മണ്ഡലങ്ങളിൽ UDF മുന്നേറ്റം. ഏറ്റവും ഒടുവിലത്തെ കണക്കുകൾ പ്രകാരം കേരളത്തിലെ 20 മണ്ഡലങ്ങളിൽ ഒരിടത്ത് LDFും 2 NDAയും മുന്നേറുന്നു. കൊല്ലത്ത് UDF സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രൻ 57,000-ൽ പരം വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. 2019 UDFന്റെ NK പ്രേമചന്ദ്രൻ 1,48,856 വോട്ടുകൾക്കാണ് വിജയിച്ചത്. ആലപ്പുഴയിൽ UDF സ്ഥാനാർത്ഥി KC വേണുഗോപാൽ 37,000-ഓളം വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ CPM വിജയിച്ച ഏക സീറ്റാണ് ആലപ്പുഴ. 10,474 വോട്ടിനാണ് AM ആരിഫ് ഇവിടെ ജയിച്ചത്. 2 കേന്ദ്രമന്ത്രിമാരുടെ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായ മണ്ഡലമാണ് തിരുവനന്തപുരവും ആറ്റിങ്ങലും. അതിശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന തിരുവനന്തപുരം മണ്ഡലത്തിൽ ലീഡ് നില മാറി മറിയുകയാണ്. ഇരു മണ്ഡലങ്ങളിലെയും വിശേഷങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട് ചേരുന്നു. രജു, തിരുവനന്തപുരത്തെയും ആറ്റിങ്ങലിലെയും ലീഡ് നില വിശദീകരിക്കാമോ? നരേന്ദ്രൻ, തിരുവനന്തപുരം ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലങ്ങളിൽ UDFും LDFും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടക്കുന്നത്. രണ്ടിടത്തും ലീഡ് നില മാറി പറയുന്ന സാഹചര്യമാണുള്ളത്. തിരുവനന്തപുരത്ത് ഒരു ഘട്ടത്തിൽ UDFന്റെ ശശി തരൂർ മുന്നിൽ നിന്നെങ്കിലും NDAയുടെ രാജീവ് ചന്ദ്രശേഖർ ലീഡ് തിരിച്ചുപിടിക്കുകയായിരുന്നു. രാജീവ് ചന്ദ്രശേഖർ 21,909 വോട്ടുകൾക്ക് മുന്നിലാണ്. എന്നാൽ UDFന്റെ ശക്തി കേന്ദ്രങ്ങളായ പാറശാല, കോവളം, നെയ്യാറ്റിൻകര എന്നീ നിയമസഭാ മണ്ഡലങ്ങളിലെ വോട്ടുകൾ കൂടി എണ്ണിക്കഴിഞ്ഞാൽ മാത്രമേ അന്തിമ ചിത്രം വ്യക്തമാകൂ. ആറ്റിങ്ങൽ മണ്ഡലത്തിലും കടുത്ത പോരാട്ടമാണ് LDFും UDFും തമ്മിൽ നടക്കുന്നത്. UDFന്റെ അടൂർ പ്രകാശ് തുടക്കത്തിൽ മുന്നിട്ട് നിന്നെങ്കിലും LDFന്റെ വി ജോയ് ലീഡ് നേടി. എന്നാൽ അടൂർ പ്രകാശ് വീണ്ടും ലീഡ് തിരിച്ചുപിടിച്ചു. ഒടുവിൽ കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് അടൂർ പ്രകാശ് 253 വോട്ടുകൾക്ക് മാത്രം ലീഡ് ചെയ്യുകയാണ്. എന്തായാലും അക്ഷരാർത്ഥത്തിൽ തിരുവനന്തപുരം ജില്ലയിലെ ഇരു മണ്ഡലങ്ങളും പ്രവചനാതീതമായി മാറിയിരിക്കുകയാണ്. നന്ദി രജു.
മാവേലിക്കരയിൽ കൊടിക്കുന്നിൽ സുരേഷ് മുന്നിലാണ്. 2019 UDFന്റെ കൊടിക്കുന്നിൽ സുരേഷ് 61,138 വോട്ടിന്റെ ഭൂരിപക്ഷം നേടി വിജയിച്ച മണ്ഡലമാണ് ഇത്. പത്തനംതിട്ടയിൽ UDFന്റെ ആന്റണി 20,000-ലധികം വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുന്നു. 2 കേരള കോൺഗ്രസുകാർ നേർക്കുനേർ ഏറ്റുമുട്ടുന്ന കോട്ടയത്ത് ജോസഫ് വിഭാഗം നേതാവ് ഫ്രാൻസിസ് ജോർജ് 45,000-ഓളം വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. 2019 UDF സീറ്റിൽ മത്സരിച്ച തോമസ് ചാഴിക്കാടൻ 1,06,259 വോട്ടുകൾക്കാണ് ഇവിടെ ജയിച്ചത്. ഇത്തവണ LDF സ്ഥാനാർത്ഥിയായാണ് ചാഴിക്കാടൻ മത്സരിക്കുന്നത്. ഇടുക്കിയിൽ UDF സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസ് 84,000-ലധികം വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. 2019 UDFന്റെ ഡീൻ കുര്യാക്കോസ് 1,71,053 വോട്ടുകളുടെ ഭൂരിപക്ഷം നേടിയിരുന്നു. ചാലക്കുടിയിൽ UDFന്റെ ബെന്നി ബെഹനാൻ 22,000-ഓളം വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുന്നു. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം കൊണ്ട് രാഷ്ട്രീയ ശ്രദ്ധ ആകർഷിച്ച മണ്ഡലമാണ് വയനാട്. മണ്ഡലത്തിലെ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ് ചേരുന്നു. അരുൺ, എത്ര ശതമാനം വോട്ട് എണ്ണിക്കഴിഞ്ഞു? നിലവിലെ ലീഡ് എപ്രകാരമാണ്? നരേന്ദ്രൻ 6ാം ഘട്ട വോട്ടാണ് ഇപ്പോൾ എണ്ണി കഴിഞ്ഞിരിക്കുന്നത്. 6 ഘട്ടങ്ങൾ പൂർത്തിയാകുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് 2,22,424 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ ഉള്ളത്. നിലവിൽ LDF സ്ഥാനാർത്ഥി ആനി രാജയ്ക്ക് 1,85,959 വോട്ടുകളും NDA സ്ഥാനാർത്ഥിയും BJP സംസ്ഥാന പ്രസിഡന്റുമായ K സുരേന്ദ്രന് 1,05,134 വോട്ടുകളുമാണ് ലഭിച്ചിട്ടുള്ളത്. നിലവിലെ ശതമാനം വെച്ച് നോക്കുമ്പോൾ 57% വോട്ടുകൾ രാഹുൽ ഗാന്ധി നേടിയപ്പോൾ LDFന് ലഭിച്ചത് 26.25%. NDAക്ക് 14% വോട്ട് ലഭിച്ചു. മുൻവർഷത്തെ അപേക്ഷിച്ച് NDAക്ക് വലിയ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. കഴിഞ്ഞ വർഷം രഘുരാജ് വോട്ടിൽ നിന്നും NDAയുടെ വോട്ട് ശതമാനത്തിൽ ഗണ്യമായ പുരോഗതി ഉണ്ടായിരിക്കുന്നു. ഒപ്പം ചില സമയങ്ങളിൽ LDFനൊപ്പം മറ്റൊരു നിയമസഭാ മണ്ഡലങ്ങളൊക്കെ 2ാം സ്ഥാനത്ത് വരെ NDA എത്തിയ സാഹചര്യമുണ്ട്. എന്തായാലും നിലവിൽ രാഹുൽ വിവരങ്ങൾ നൽകിയതിന് നന്ദി. തൃശൂരിൽ NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി 50,000-ഓളം വോട്ടുകളുടെ ലീഡിൽ മുന്നേറുന്നു. ആലത്തൂരിൽ LDF സ്ഥാനാർത്ഥിയും മന്ത്രിയുമായ K രാധാകൃഷ്ണൻ 15,000-ലധികം വോട്ടുകൾക്കാണ് ലീഡ് ചെയ്യുന്നത്. പാലക്കാട് UDFന്റെ VK ശ്രീകണ്ഠൻ 48,000-ഓളം വോട്ടുകളുടെ ലീഡ് ചെയ്യുന്നു. 2019 UDFന്റെ VK ശ്രീകണ്ഠന് 11,637 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ഉണ്ടായിരുന്നത്. എറണാകുളത്ത് ഹൈബി ഈഡൻ വ്യക്തമായ ലീഡ് നേടിക്കഴിഞ്ഞു. ജില്ലയിലെ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നു ആകാശവാണി ലേഖകൻ രാജ്മോഹൻ. എറണാകുളം മണ്ഡലത്തിൽ വോട്ടെണ്ണൽ ആരംഭിച്ചപ്പോൾ തന്നെ ഹൈബി ഈഡൻ ഉണ്ടായിരുന്ന മേൽക്കൈ വളരെ വ്യക്തമായിരുന്നു. അല്പം മുൻപ് വരെ ലഭിച്ച കണക്കനുസരിച്ച് ഹൈബി ഈഡൻ തൊട്ടടുത്ത തന്റെ എതിർ സ്ഥാനാർത്ഥി CPIMലെ ഷൈൻ ടീച്ചറേക്കാൾ 1,52,000-ലധികം വോട്ടുകൾക്ക് മുന്നിലാണ്. NDA സ്ഥാനാർത്ഥി ഡോക്ടർ KS രാധാകൃഷ്ണന് 98,500-ലധികം വോട്ടുകൾ ലഭിച്ചു. പൊന്നാനിയിൽ മുസ്ലിം ലീഗിന്റെ അബ്ദുൾ സമദ് സമദാനി മുന്നേറുന്നു. മലപ്പുറത്ത് ലീഗ് സ്ഥാനാർത്ഥി ET മുഹമ്മദ് ബഷീർ ലീഡ് തുടരുകയാണ്. കോഴിക്കോട് UDF സ്ഥാനാർത്ഥി MK രാഘവൻ മുന്നിലാണ്. കടുത്ത പോരാട്ടം നടന്ന വടകരയിൽ UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ ലീഡ് നേടി മുന്നേറുകയാണ്. കണ്ണൂരിൽ UDF സ്ഥാനാർത്ഥിയും KPCC അധ്യക്ഷനുമായ K സുധാകരൻ മുന്നേറുന്നു. LDF UDF മുന്നണികൾ തമ്മിൽ ശക്തമായ പോരാട്ടമാണ് കാസർഗോഡ് നടക്കുന്നത്. കന്നഡ വോട്ടർമാർ സമ്മതിദാനാവകാശം വിനിയോഗിച്ച കാസർഗോഡ് മണ്ഡലത്തിലെ ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങളുമായി ആകാശവാണി കാസർഗോഡ് പ്രതിനിധി P ജഗന്നിവാസൻ ചേരുന്നു. ജഗന്നിവാസൻ, അവിടുത്തെ പുതിയ ലീഡ് നില വിശദീകരിക്കാമോ? രാവിലെ വോട്ടെണ്ണൽ ആരംഭിച്ചപ്പോൾ തന്നെ 500-ൽ താഴെ വോട്ടിന് LDFലെ MV ബാലകൃഷ്ണൻ മാസ്റ്റർ മുന്നിലായിരുന്നു. എന്നാൽ 10 മണിയോടുകൂടി 10,000 വോട്ടിന്റെ ലീഡോടുകൂടി UDFലെ രാജ്മോഹൻ ഉണ്ണിത്താൻ മുന്നേറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. തുടർന്ന് അങ്ങോട്ട് UDF മാത്രമാണ് ലീഡ് നിലനിർത്തിയത്. കന്നഡ വോട്ടർമാരുടെ സ്വാധീനം കാസർഗോഡ് മഞ്ചേശ്വരം മണ്ഡലങ്ങളിലുണ്ടെങ്കിലും അതൊന്നും NDAക്ക് അനുകൂലമായില്ല. 4ാം റൗണ്ട് വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ 1,08,870 വോട്ടുകൾ നേടി മുന്നിലാണ്. CPIM സ്ഥാനാർത്ഥി MV ബാലകൃഷ്ണൻ 93,562 വോട്ടുകൾ നേടി 2ാം സ്ഥാനത്തും NDA സ്ഥാനാർത്ഥി ML അശ്വിനി 59,123 വോട്ടുകൾ നേടി 3ാം സ്ഥാനത്തും മുന്നേറുകയാണ്. നന്ദി ജഗന്നിവാസൻ. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. 80 മണ്ഡലങ്ങളുള്ള ഉത്തർപ്രദേശിൽ 41ഇടത്ത് NDAയും 35ഇടത്ത് INDI സഖ്യവും ലീഡ് ചെയ്യുന്നു. 48 മണ്ഡലങ്ങളുള്ള മഹാരാഷ്ട്രയിൽ 29ഇടത്ത് NDAയും 19ഇടത്ത് INDI സഖ്യവും മുന്നേറുന്നു. പശ്ചിമബംഗാളിലെ 42 മണ്ഡലങ്ങളിൽ 24ഇടത്ത് തൃണമൂൽ കോൺഗ്രസും 16ഇടത്ത് BJPയും 1ഇടത്ത് കോൺഗ്രസും ലീഡ് ചെയ്യുകയാണ്. ബീഹാറിലെ 40 മണ്ഡലങ്ങളിൽ 31ഇടത്ത് NDAയും 4ഇടത്ത് RJDയും 2ഇടത്ത് CPI-MLഉം 1ഇടത്ത് CPIയും ലീഡ് ചെയ്യുന്നു. LJP രാംവിലാസ് വിഭാഗം നേതാവ് ചിരാഗ് പാസ്വാൻ ലീഡ് ചെയ്യുകയാണ്. തമിഴ്നാട്ടിലെ 39 മണ്ഡലങ്ങളിലും DMK സഖ്യം മുന്നേറുന്നു.
കേന്ദ്രമന്ത്രി എൽ മുരുകൻ, മുൻ തെലങ്കാന ഗവർണർ തമിഴിസൈ സൌന്ദരരാജൻ എന്നിവർ പിന്നിലാണ്. മധ്യപ്രദേശിലെ 29 മണ്ഡലങ്ങളിലും ബിജെപി മുന്നിലാണ്. കർണാടകയിലെ 28 മണ്ഡലങ്ങളിൽ 17ഇടത്ത് ബിജെപിയും 11ഇടത്ത് കോൺഗ്രസും ലീഡ് ചെയ്യുന്നു. ഗുജറാത്തിലെ 26 മണ്ഡലങ്ങളിൽ 21ഇടത്ത് ബിജെപിയും 5ഇടത്ത് കോൺഗ്രസും ലീഡ് ചെയ്യുന്നു. കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ, പർഷോത്തം രൂപാല എന്നിവർ ലീഡ് ചെയ്യുകയാണ്. രാജസ്ഥാനിലെ 25 മണ്ഡലങ്ങളിൽ 13ഇടത്ത് ബിജെപിയും 11ഇടത്ത് കോൺഗ്രസും ലീഡ് ചെയ്യുന്നു. ഒഡീഷയിലെ 21 മണ്ഡലങ്ങളിൽ 14ഇടത്ത് ബിജെപിയും 3ഇടത്ത് ബിജെഡിയും 2ഇടത്ത് കോൺഗ്രസും ലീഡ് ചെയ്യുന്നു. ആന്ധ്രാപ്രദേശിലെ 25 മണ്ഡലങ്ങളിൽ 4ഇടത്ത് YSR കോൺഗ്രസും 21ഇടത്ത് TDP ബിജെപി സഖ്യവും ലീഡ് ചെയ്യുകയാണ്. തെലങ്കാനയിലെ 17 മണ്ഡലങ്ങളിൽ 9ഇടത്ത് ബിജെപിയും 6ഇടത്ത് കോൺഗ്രസും 1ഇടത്ത് BRSും ലീഡ് ചെയ്യുന്നു. 14 മണ്ഡലങ്ങളുള്ള ജാർഖണ്ഡിൽ 7ഇടത്ത് ബിജെപിയും 4ഇടത്ത് കോൺഗ്രസും 2ഇടത്ത് ജാർഖണ്ഡ് മുക്തി മോർച്ചയും 1ഇടത്ത് മറ്റുള്ളവരും ലീഡ് ചെയ്യുകയാണ്. പഞ്ചാബിലെ 13 മണ്ഡലങ്ങളിൽ 6ഇടത്ത് കോൺഗ്രസും 3ഇടത്ത് ആം ആദ്മി പാർട്ടിയും 2ഇടത്ത് ശിരോമണി അകാലിദളും ലീഡ് ചെയ്യുന്നു. ഛത്തീസ്ഗഡിലെ 11 മണ്ഡലങ്ങളിൽ 9ഇടത്ത് ബിജെപിയും 2ഇടത്ത് കോൺഗ്രസുമാണ് ലീഡ് ചെയ്യുന്നത്. ഹരിയാനയിലെ 10 മണ്ഡലങ്ങളിൽ 4ഇടത്ത് ബിജെപിയും 5ഇടത്ത് കോൺഗ്രസും 1ഇടത്ത് ആം ആദ്മി പാർട്ടിയും ലീഡ് ചെയ്യുന്നു. ആസമിലെ 14 മണ്ഡലങ്ങളിൽ 8ഇടത്ത് ബിജെപി, 4ഇടത്ത് കോൺഗ്രസ്, 2ഇടത്ത് മറ്റുള്ളവർ എന്ന നിലയിലാണ്. കേന്ദ്രമന്ത്രി സർബാനന്ദ സോണോവാൾ മുന്നിലാണ്. അരുണാചൽ പ്രദേശിലെ 2 മണ്ഡലങ്ങളിലും ബിജെപി ലീഡ് ചെയ്യുകയാണ്. കേന്ദ്രമന്ത്രി കിരൺ റിജിജു അരുണാചൽ വെസ്റ്റ് മണ്ഡലത്തിൽ മുന്നിലാണ്. മണിപ്പൂരിലെ 2 മണ്ഡലങ്ങളിൽ 1ഇടത്ത് കോൺഗ്രസും 1ഇടത്ത് നാഗ പീപ്പിൾസ് ഫ്രണ്ടും ലീഡ് ചെയ്യുന്നു. ഉത്തരാഖണ്ഡിൽ 5 മണ്ഡലങ്ങളിലും ബിജെപി ലീഡ് ചെയ്യുകയാണ്. ഹിമാചൽ പ്രദേശിലെ 4 മണ്ഡലങ്ങളിൽ 4ഇടത്തും ബിജെപി ലീഡ് ചെയ്യുന്നു. 2 മണ്ഡലങ്ങളുള്ള ഗോവയിൽ 1ഇടത്ത് ബിജെപിയും 1ഇടത്ത് കോൺഗ്രസും ലീഡ് ചെയ്യുന്നു. മേഘാലയയിലെ 2 മണ്ഡലങ്ങളിൽ 1ഇടത്ത് കോൺഗ്രസും 1ഇടത്ത് മറ്റുള്ളവരും ലീഡ് ചെയ്യുകയാണ്. ത്രിപുരയിലെ 2 മണ്ഡലങ്ങളിൽ 2ഇടത്ത് ബിജെപി ലീഡ് തുടരുകയാണ്. മിസോറാമിലെ 1 സീറ്റിൽ മിസോ നാഷണൽ ഫ്രണ്ട് ലീഡ് ചെയ്യുന്നു. നാഗാലാൻഡിലെ 1 സീറ്റിൽ കോൺഗ്രസ് ആണ് ലീഡ് ചെയ്യുന്നത്. സിക്കിമിലെ 1 മണ്ഡലത്തിൽ സിക്കിം ക്രാന്തികാരി മോർച്ച ലീഡ് ചെയ്യുകയാണ്. ഡൽഹിയിലെ 7 സീറ്റുകളിലും ബിജെപി ലീഡ് ചെയ്യുന്നു. മുൻ കേന്ദ്രമന്ത്രി സുഷമ സ്വരാജിന്റെ മകൾ ബൻസുരി സ്വരാജ്, മനോജ് തിവാരി എന്നിവർ ലീഡ് ചെയ്യുകയാണ്. കോൺഗ്രസിന്റെ കനയ്യകുമാർ പിന്നിലാണ്. ജമ്മുകശ്മീരിലെ 5 മണ്ഡലങ്ങളിൽ 2ഇടത്ത് ബിജെപിയും 2ഇടത്ത് ജമ്മുകശ്മീർ നാഷണൽ കോൺഫറൻസ് പാർട്ടിയും 1ഇടത്ത് സ്വതന്ത്രനും ലീഡ് ചെയ്യുന്നു. ലഡാക്കിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയും പുതുച്ചേരിയിൽ കോൺഗ്രസും മുന്നിലാണ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപിലെ 1 സീറ്റിൽ ബിജെപിയും ചണ്ഡീഗഡിലെ 1 സീറ്റിൽ കോൺഗ്രസും ലീഡ് ചെയ്യുന്നു. ലക്ഷദ്വീപിലെ 1 സീറ്റിൽ കോൺഗ്രസാണ് ലീഡ് ചെയ്യുന്നത്. ദാദ്ര നാഗർ ഹവേലിയിലെ 2 മണ്ഡലങ്ങളിൽ 1ഇടത്ത് ബിജെപിയും 1ഇടത്ത് സ്വതന്ത്രനും മുന്നേറുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ആന്ധ്രാപ്രദേശിൽ എൻഡിഎക്ക് വ്യക്തമായ ഭൂരിപക്ഷം. ആന്ധ്രാപ്രദേശിലെ 175 സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ എൻഡിഎ ഘടകകക്ഷിയായ TDP 126 സീറ്റുകളിൽ ലീഡ് ചെയ്യുകയാണ്. 147 നിയമസഭാ സീറ്റുകളിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്ന ഒഡീഷയിൽ ബിജെപിക്ക് 73 സീറ്റുകളിൽ വ്യക്തമായ ലീഡുണ്ട്. BJD 50ഇടത്തും കോൺഗ്രസ് 12ഇടത്തും ലീഡ് ചെയ്യുന്നു. മുതിർന്ന മാധ്യമപ്രവർത്തകൻ BRP ഭാസ്കർ അന്തരിച്ചു. 92 വയസ്സായിരുന്നു. തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. സംഭവബഹുലമായ പത്രപ്രവർത്തന ജീവിതത്തിൽ ധീരമായ നിലപാടുകൾ കൊണ്ടും സവിശേഷതയാർന്ന വാർത്താ രചന കൊണ്ടും മുദ്ര പതിപ്പിച്ച പത്രപ്രവർത്തകനാണ് BRP എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെട്ട ബാബു രാജേന്ദ്ര പ്രസാദ് ഭാസ്കർ. പ്രധാന വാർത്തകൾ വീണ്ടും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻഡിഎ കേവല ഭൂരിപക്ഷത്തിലേക്ക്. ശക്തമായ പോരാട്ടം കാഴ്ചവെച്ച് INDI സഖ്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാരാണസിയിൽ മുന്നിൽ. രാഹുൽ ഗാന്ധിക്ക് റായ്ബറേലിയിലും വയനാട്ടിലും ലീഡ്. കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ ഗാന്ധിനഗറിലും രാജ്നാഥ് സിംഗ് ലക്നൌവിലും നിതിൻ ഗഡ്കരി നാഗ്പൂരിലും മുന്നിൽ. അമേഠിയിൽ സ്മൃതി ഇറാനി പിന്നിൽ. കനൌജിൽ അഖിലേഷ് യാദവിനും ബാരാമതിയിൽ സുപ്രിയ സുലേക്കും ലീഡ്. കേരളത്തിൽ 17 മണ്ഡലങ്ങളിൽ UDF മുന്നേറ്റം. 1ഇടത്ത് LDFും 2ഇടത്ത് NDAയും. ആലത്തൂരിൽ K രാധാകൃഷ്ണനും വടകരയിൽ ഷാഫി പറമ്പിലും മുന്നിൽ. തൃശൂരിൽ ചരിത്രം കുറിക്കാനൊരുങ്ങി സുരേഷ് ഗോപി. തിരുവനന്തപുരത്ത് ലീഡ് പിടിച്ച് രാജീവ് ചന്ദ്രശേഖർ. കഴിഞ്ഞ തവണ നഷ്ടമായ ആലപ്പുഴ തിരിച്ചുപിടിക്കാനൊരുങ്ങി UDF. കോട്ടയത്ത് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജ് മുന്നിൽ. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന ഒഡീഷയിലും ആന്ധ്രാപ്രദേശിലും പ്രതിപക്ഷ കക്ഷികൾക്ക് മുന്നേറ്റം. ഒഡീഷയിൽ BJPയും ആന്ധ്രയിൽ TDPയും മുന്നിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.